ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും ഈ ഒരു കാര്യമെല്ലാം ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമെല്ലാം കൊണ്ടുവരാനെല്ലാം സാധിക്കും. അപ്പോൾ സ്റ്റോറേജ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വാട്സപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു സെറ്റിംഗ് എല്ലാം നിങ്ങൾ ചെയ്യാൻ മറക്കാതിരിക്കുക. എന്താണ് ഈ ഒരു സെറ്റിംഗ് എന്ന് നോക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു വാട്സപ്പ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ സെറ്റിങ്സിലാണ് പോകേണ്ടത്. ഇത്തരത്തിൽ സെറ്റിങ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് മീഡിയ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ അപ്ലോഡ് ക്വാളിറ്റി എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വേണോ, HD ക്വാളിറ്റിയിൽ അയക്കണോ, ഇങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എല്ലാം വയ്ക്കാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ HD ക്വാളിറ്റിയിൽ തന്നെ സെൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് HD ക്വാളിറ്റി എന്നെല്ലാം ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലല്ല, ഇതിന് താഴെയായി പുതുതായി ഒരു ഓപ്ഷൻ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കാണാം. ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്നൊരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജസ് അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഫയൽസ് അല്ലെങ്കിൽ മീഡിയാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഡൗൺലോഡ് ആകുമ്പോൾ നമുക്ക് ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ വേണോ അല്ലെങ്കിൽ HD ക്വാളിറ്റിയിൽ വേണോ എന്നെല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് ഒരുപാട് സ്പേസ് എല്ലാം തന്നെ സ്റ്റോറേജ് എല്ലാം തന്നെ സേവ് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായി ഒരുപാട് കണ്ടൻ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരുന്ന കണ്ടൻ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റ അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് എല്ലാം നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യാനെല്ലാം ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ നമ്മൾ ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്നത് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു ഫീച്ചർ സെറ്റ് ചെയ്ത് വെക്കാത്തവർ ഇപ്പോൾ തന്നെ ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നതിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനാൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്പേസ് എല്ലാം തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലാഭിക്കാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്